ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഞാൻ വന്നേക്കുവാണ്. എല്ലാ വീഡിയോ തുടങ്ങുമ്പോഴേക്കും ഇത് തന്നെ പറയുന്നത്, കുറേ നാൾക്ക് ശേഷം ഒന്ന് ശരിയാണ്. കുറേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യാറ്. സോ ഇത് ന്യൂ ഇയറിലെ എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. ആൻഡ് ഹാപ്പി ന്യൂ ഇയർ ടു എവ്രി വൺ ബിഫോർ ദാറ്റ്. പിന്നെ ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഡോം ടൂർ. ലൈക്ക് ഞാൻ നേരത്തെ താമസിച്ചുകൊണ്ടിരുന്ന റൂമിൻ്റെ ആ ഒരു ഡോമിലെ ടൂറൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായി. ആൻഡ് നൗ ഞാൻ പുതിയൊരു റൂമിലോട്ട് ഷിഫ്റ്റ് ചെയ്തു. ബിക്കോസ് ഇവിടെ ജർമ്മനിയിൽ സ്റ്റുഡൻറ്റ് ആൻഡ് വർക്ക് എന്ന് പറയുന്ന ഒരു അസോസിയേഷൻ ഉണ്ട്. സോ അവർ നമുക്ക് പുതിയ റൂം തരും. നമ്മൾ ലൈക്ക് ഒരു സ്പെസിഫിക് വെയിറ്റിംഗ് പീരീഡ് കഴിയുമ്പോഴേക്കും. സോ അങ്ങനെ ഒരു റൂം എനിക്കിവിടെ കിട്ടിയേക്കാണ്. സോ ഞാൻ ന്യൂ ഇയറിൽ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു, ഒരു പുതിയ തുടക്കമാവട്ടെ എന്നൊക്കെ വിചാരിച്ചു. അപ്പോൾ ഇന്ന് ഈവനിങ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇവിടെ വരുന്നുണ്ട്. നമ്മൾ ഓർത്തു ചുമ്മാ ചായയൊക്കെ കുടിച്ച് സംസാരിച്ചൊക്കെ ഇരിക്കാമെന്നൊക്കെ. അപ്പോൾ ഞാൻ ഓർത്തു അവർക്ക് വേണ്ടിയിട്ട് കുറച്ച് പപ്സ് വല്ലതും ഉണ്ടാക്കാം എന്ന് വിചാരിച്ച് പപ്സ് ഉണ്ടാക്കാവുന്ന ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഇത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. സോ ലെറ്റ്സ് സീ. നമ്മൾ പപ്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കിച്ചണിൽ വന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞാൻ പപ്സിന് വേണ്ടിയിട്ടുള്ള മുട്ട വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ കുക്കറിലിട്ടിട്ട് വെച്ചിട്ടുണ്ട് വേവിക്കാൻ വേണ്ടിയിട്ട്, ബോയിലാകാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാ സാധനങ്ങളും. സോ ഞാൻ ഡയറക്റ്റ്ലി ഇനി പാൻ ചൂടായി കഴിയുമ്പോഴേക്കും ഇതിലോട്ട് ഓയിൽ ഒഴിച്ചിട്ട് സവോള ഇട്ട് വഴറ്റാൻ പോവാണ്. ഓക്കെ, ലെറ്റ്സ് സീ. സോ ഞാൻ ഇവിടെ സവോളയൊക്കെ ഇട്ട് വഴറ്റിക്കൊണ്ടിരിക്കുക. നമ്മുടെ മുട്ട ഇവിടെ സെറ്റ് ആവുന്നുണ്ട്. ആൻഡ് ഓൾമോസ്റ്റ് ആയിക്കൊണ്ടിരിക്കുക. കുറേ സവോള ഇട്ട് നമുക്ക് ആക്ച്വലി ഞാൻ ഒരു 30 വർഷമെങ്കിലും ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതിൻ്റെ ഇടയിൽ വേറൊരു കുട്ടി വന്നുകൊണ്ട് എനിക്ക് എല്ലാം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. ലൈക്ക് 6 ആൾക്കാർ ഷെയർ ചെയ്യുന്ന കിച്ചണാണ്. അപ്പം അതിൻ്റേതായ ഒരു കൺജസ്റ്റഡ് ഫീൽ ഇടയ്ക്ക് വരാറുണ്ട്. എന്നാലും ഇറ്റ്സ് ഓക്കെ. നേരത്തെ ഞാൻ നിന്നുകൊണ്ടിരുന്നത് 12 പീപ്പിൾ ഷെയർഡ് ആയിട്ടുള്ളൊരു ഡോമിലായിരുന്നു. സോ ബെറ്റർ. പണ്ട് ഞാൻ പപ്സ് കഴിക്കുന്നത് ഭയങ്കര കുറവായിരുന്നു. ബിക്കോസ് ഒരു 10th സ്റ്റാൻഡേർഡ് വരെ ഞാൻ കഴിക്കുന്നത് വളരെയധികം കുറവായിരുന്നു. ബിക്കോസ് എനിക്ക് ഇഷ്ടമല്ല ഇത് കഴിക്കുമ്പോൾ ഇവിടെയൊക്കെ പറ്റി പിടിക്കും. പിന്നെ അത് അത്രയും കെയർഫുള്ളായിട്ട് കഴിക്കണം. ഈ ബേക്കറിയിലൊക്കെ പോയി കഴിക്കാൻ ഭയങ്കര മടിയായിരുന്നു എനിക്ക്. സാധനം വീട്ടിൽ കൊണ്ട് വെച്ചിട്ടൊക്കെ ഞാൻ കഴിക്കത്തുള്ളായിരുന്നു. പക്ഷേ ഒരു 11th 12th എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമായിരിക്കും. മിക്കവരും ബ്രില്യൻറ്റിൻ്റെ ലൈക്ക് പാലയിൽ കോച്ചിങ് സെൻറ്ററിലോ എവിടെയെങ്കിലുമൊക്കെ കോച്ചിങ്ങിന് പോയിരിക്കും. ഞാനും പോയിട്ടുണ്ട് 11th 12th. അപ്പോൾ ഞാനും സ്കൂൾ ബസ്സിൽ ലൈക്ക് സാറ്റർഡേയ്സിലായിരുന്നു ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അവിടുത്തെ ക്യാൻറ്റീനിൽ അവിടെ പഠിച്ചിട്ടുള്ളവർക്കൊക്കെ അറിയായിരിക്കും, മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ളൊരു സാധനമാണ് അവിടുത്തെ പപ്സ്. അപ്പോൾ അവിടുത്തെ പപ്സ് കഴിച്ചാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനും 2 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, റിയ, വൈശാലി. അപ്പോൾ ഞങ്ങൾ 3 പേരും കൂടെ ആയിരിക്കും എപ്പോഴും ബെല്ലടിക്കുമ്പോഴേക്കും ഓടുമായിരുന്നു. ലൈക്ക് ഫണ്ടൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലും ലൈക്ക് എത്ര രൂപയാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. അപ്പം 7 ആണോ 12 ആണോ അതൊന്നും ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ ആ ഒരു റേറ്റിനെ കിട്ടും. അപ്പം വീട്ടിൽ നിന്നൊക്കെ വാങ്ങിയിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ എനിക്കിപ്പോൾ അത് ഉണ്ടാക്കിയപ്പോൾ ആ മെമ്മറീസൊക്കെ വരുന്നത്. അപ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പാന്ന് ഞാനിങ്ങനെ ആലോചിക്കുക. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ഓണിയനും ഒരുമിച്ചിട്ടിട്ടാണ് ഞാനിവിടെ വഴറ്റുന്നത്. ഈ നമ്മൾ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേക്കും ലൈക്ക് സവോള ഇങ്ങനെ കുക്ക് ചെയ്ത് പറയുമ്പോഴേക്കും നമ്മൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ വഴണ്ട് കിട്ടും. ലൈക്ക് ആ ബ്രൗൺ കളറിലോട്ട് പെട്ടെന്ന് കിട്ടും. ഇപ്പോൾ തന്നെ കുറച്ച് സോഫ്റ്റ് ആയിട്ടുണ്ട്. സോ നമ്മളിതിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഓണിയൻസ് ഭയങ്കര എന്താ പറയുക, ലൈറ്റായിട്ട് കുഞ്ഞു സ്ലൈസസ് ആയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഞാനിതിപ്പോൾ കട്ട് ചെയ്തപ്പോൾ ഭയങ്കരമായിട്ട് ഗുണ്ടു മണി പീസസ് ആയിട്ട് മാറിയിരിക്കുന്നു. സോ അത് കുഴപ്പമൊന്നുമില്ല, കുറച്ച് സമയം എടുക്കും. പക്ഷേ ലൈറ്റായിട്ട് കട്ട് ചെയ്യുവാണെങ്കിൽ പെട്ടെന്നായി കിട്ടും. കേട്ടോ, ഇതിലിപ്പം ഞാൻ മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ മസാലപ്പൊടിയും കൂടി ഇടണം. മസാലപ്പൊടി ഇട്ടിട്ടില്ല. പിന്നെ മഞ്ഞൾപ്പൊടി, അങ്ങനത്തെ എല്ലാ പൊടികളും നമ്മളിടുക. എന്നിട്ട് നല്ലോണം പിന്നെ മിക്സ് ചെയ്യാം. ഗരം മസാല വെരി ഇമ്പോർട്ടൻറ്റ്. ഈ ഗരം മസാല കടയിൽ വാങ്ങുന്നതിനെക്കാട്ടും ഏറ്റവും കൂടുതൽ വീട്ടിൽ പൊടിച്ചുണ്ടാക്കുന്നത് നല്ലത്. അത് ആക്ച്വലി നമുക്ക് നാട്ടിലൊക്കെ പോകുമ്പോഴേക്കും പാക്കറ്റ്സ് കിട്ടും, എല്ലാ മസാലക്കൂട്ടുള്ളത്. ലൈക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, അങ്ങനത്തെ സാധനങ്ങളല്ല. ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഇതിൽ മസാലപ്പൊടി നമുക്ക് കിട്ടും. യെസ്, അതിട്ടിട്ട് ഫുഡ് ഉണ്ടാക്കാതെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടാക്കാൻ അറിയില്ലെങ്കിലും ആ സാധനം കുറച്ചിട്ട് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. സോ നമ്മുടെ മുട്ട റെഡി ആയിട്ടാണ്. ഞാൻ എല്ലാം പൊളിച്ച് വെച്ചിട്ടുണ്ട്, പറഞ്ഞാൽ ഞാൻ കട്ട് ചെയ്തും വെച്ചിട്ടുണ്ട്. സോ ഇത് നമുക്കിനി കട്ട് ചെയ്യാം.
ഇതാണ് ഈ പഫ്സ് ഉണ്ടാക്കുന്ന ഷീറ്റ്. ഇതെന്തോ 0.99 0.89 ആ ഒരു റേറ്റേ ഉള്ളൂ. ഇതിന് എനിക്ക് തോന്നുന്നു 6 അല്ലെങ്കിൽ 8 ഇതുവരെ ഉണ്ടാക്കാൻ പറ്റും. സോ നമുക്ക് നോക്കാം. ഈ ഷീറ്റ് ഓൾമോസ്റ്റ് എല്ലാ സൂപ്പർ മാർക്കറ്റിലും അവൈലബിൾ ആയിട്ടുള്ളൊരു ഷീറ്റാണ്. ഇത് നമ്മൾ 8 പീസസ് ആയിട്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് ഇതിൽ ഓരോന്നിലും ഗ്രേവിയും വെക്കുക, മുട്ടയും വെക്കുക. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഭയങ്കര എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ. ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളൊരു മുട്ട പൊട്ടിച്ച് അത് മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ പൊക്കത്ത് ഇങ്ങനെ തേച്ച് കൊടുക്കുക. അത് ആ ക്രിസ്പിനെസ് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പിന്നെ അത് ആ പേസ്റ്റും ആയിക്കോളും, കറക്റ്റ് അടഞ്ഞിരിക്കും. ഇവിടുത്തെ കിച്ചണിൽ നിന്ന് കഴിഞ്ഞാൽ സൺസെറ്റ് നല്ല അടിപൊളിയായിട്ട് കാണാം. സോ ഞാൻ അതെന്തോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ, പക്ഷേ വോയിസ് വന്നില്ല. സോ ഇതാണ് അവിടുത്തെ നിന്ന് കാണുന്ന ആ സൺസെറ്റ്. കിഡിലനായിട്ട് കാണാം, നല്ലൊരു കിഡിലൻ ഫീലുമാണ്. ആ സമയത്ത് നമ്മുടെ പപ്സൊക്കെ ആയിട്ടുണ്ട്. ഞാനിത് ഓവനിൽ വെച്ചിട്ടുണ്ടായി. ഓവനിലൊരു 180 ഡിഗ്രിയിൽ ഞാനൊരു 20 മിനിറ്റ്സ് ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കിയിട്ട് ഒന്നും ആയിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒരു 5 മിനിറ്റ്സും കൂടെ ഞാൻ വെച്ചു. സോ അപ്പോഴേക്കും നമ്മുടെ പപ്സ് റെഡിയായി. അങ്ങനെ നമ്മുടെ പപ്സ് റെഡി ആയിരിക്കുന്നു. സോ നമുക്ക് ശ്രീലക്ഷ്മി വന്നിട്ടുണ്ട്. അവളാണ് ആദ്യം എത്തിയിരിക്കുന്നത്. യെസ്, ഒരു ഹായ് പറഞ്ഞിരിക്കുന്നു. പിന്നെ നമ്മുടെ ഫ്രണ്ട്സൊക്കെ വന്നു, ചായയും പപ്സും ഒക്കെ കഴിച്ചു. പക്ഷെ അതൊന്നും എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല. എല്ലാവരും കൂടെ സംസാരിച്ചൊക്കെ ഇരുന്ന് ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോയി. പിന്നെ അവിടെ ഇരുന്ന് കുറച്ച് നേരം ചീട്ട് കളിച്ചു, ഊണോക്കാട് കളിച്ചു. അങ്ങനെ ഞങ്ങൾ ടൈമൊക്കെ സ്പെൻഡ് ചെയ്ത് ആ ദിവസം അങ്ങനെ പോയി. സോ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ശരി, ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.